2026 ധനികനാകാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താണെന്ന് അറിയാമോ? ഇതിനെക്കുറിച്ച് അധികമാരും സംസാരിക്കാറില്ല. പക്ഷേ ലോകത്തിലെ വലിയ ബിസിനസ്സുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ സിമ്പിളായ ഒരു ഫോർമുല നിങ്ങൾക്ക് കാണാൻ കഴിയും. ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഇമോഷൻസ് വിൽക്കുക. ഉദാഹരണത്തിന്, ആണുങ്ങൾക്ക് മോഹങ്ങൾ വിൽക്കുക, സ്ത്രീകൾക്ക് സൗന്ദര്യം വിൽക്കുക, മാതാപിതാക്കൾക്ക് സമാധാനം വിൽക്കുക, കുട്ടികൾക്ക് സ്വപ്നങ്ങൾ വിൽക്കുക, പണക്കാർക്ക് സുരക്ഷിതത്വം വിൽക്കുക, പാവപ്പെട്ടവർക്ക് പ്രതീക്ഷ വിൽക്കുക. ഇതാണ് ഗെയിം. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നുന്നില്ലേ? പക്ഷേ വലിയ കമ്പനികൾ എങ്ങനെയാണ് കോടികൾ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാൽ അവരുടെ മാർക്കറ്റിംഗിന്റെ പിന്നിൽ ഇതേ സൈക്കോളജിയാണ് പലപ്പോഴും കാണുന്നത്. ഉദാഹരണത്തിന്, ഒരു സ്കിൻ കെയർ ബ്രാൻഡ് യഥാർത്ഥത്തിൽ ഒരു ക്രീം മാത്രമാണ് വിൽക്കുന്നത്. അല്ല, അത് വിൽക്കുന്നത് നിങ്ങൾ കൂടുതൽ സുന്ദരിയായി കാണപ്പെടും എന്നൊരു ഫീലിംഗ് ആണ്. ഒരു മെഡിറ്റേഷൻ ആപ്പ് എന്താണ് വിൽക്കുന്നത്? ഒരു ആപ്പ് മാത്രമല്ല, മനസ്സിന് സമാധാനം കിട്ടുമെന്ന പ്രതീക്ഷയാണ്. ഡിസ്നി പോലുള്ള എന്റർടൈൻമെന്റ് ബ്രാൻഡ്സ് കുട്ടികൾക്ക് എന്താണ് വിൽക്കുന്നത്? ഒരു സിനിമ മാത്രമല്ല, ഒരു സ്വപ്ന ലോകമാണ്. സെക്യൂരിറ്റി സർവീസസ് അവ വിൽക്കുന്നത് ഒരു സെക്യൂരിറ്റി സിസ്റ്റം മാത്രമല്ല, നിങ്ങൾ സുരക്ഷിതരാണ് എന്ന ഫീലിംഗ് ആണ്. ലോട്ടറി മേൽക്കാഴ്ചയിൽ അതൊരു ടിക്കറ്റ് മാത്രമാണ്. പക്ഷേ അതിന്റെ കൂടെ ഒരാൾ വാങ്ങുന്നത് ഒരുപക്ഷെ എന്റെ ജീവിതം മാറിയേക്കാം എന്ന പ്രതീക്ഷയാണ്. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകൾ എപ്പോഴും പ്രോഡക്ട്സ് വാങ്ങുന്നില്ല, അവർ ഫീലിംഗ്സ് ആണ് വാങ്ങുന്നത്. നിങ്ങൾ പ്രോട്ടീൻ പൗഡർ വാങ്ങുന്ന ഒരാളെ നോക്കൂ. അയാൾക്ക് പ്രോട്ടീൻ പൗഡർ തന്നെ വേണമെന്നില്ല. അയാൾക്ക് വേണ്ടത് കൂടുതൽ ഫിറ്റായ ശരീരം, കോൺഫിഡൻസ്, അട്രാക്ഷൻ, സ്വന്തം ശരീരത്തെ കുറിച്ച് നല്ലൊരു ഫീലിംഗ്. അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾ മേക്കപ്പ് മാത്രം വാങ്ങുന്നില്ല, ഞാൻ സുന്ദരിയാണെന്ന ഫീലിംഗ് ആണ് വാങ്ങുന്നത്. ഒരു അച്ഛനും അമ്മയും കുട്ടിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങുമ്പോൾ ചിലപ്പോൾ അവർ കളിപ്പാട്ടം മാത്രമല്ല വാങ്ങുന്നത്, കുട്ടി കുറച്ചു നേരം സന്തോഷത്തോടെ കളിക്കുന്നതും അവർക്ക് കിട്ടുന്ന കുറച്ചു സമയത്തെ സമാധാനം കൂടി വാങ്ങുകയാണ്. അപ്പോൾ ബിസിനസിന്റെ യഥാർത്ഥ സീക്രട്ട് എന്താണ്? പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞു വിൽക്കുന്നത് നിർത്തുക. അതിനു പകരം ആ പ്രോഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുക. ഉദാഹരണത്തിന്, ഈ കോഴ്സിൽ 20 വീഡിയോ ലെസൺസ് ഉണ്ട് എന്ന് പറയുന്നതിന് പകരം ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്കിൽ കോൺഫിഡന്റ്ലി ഉപയോഗിക്കാൻ കഴിയും എന്ന് പറയുക. അതാണ് ഡിഫറൻസ്. ഒന്ന് പ്രോഡക്റ്റ് ആണ്, മറ്റൊന്ന് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇന്ന് ഇതെല്ലാം ചെയ്യാൻ മുൻകാലത്തേക്കാൾ വളരെ എളുപ്പമാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒരു ചെറിയ മുറിയിൽ ഇരുന്നുകൊണ്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ യഥാർത്ഥ ആവശ്യം മനസ്സിലാക്കി അവർക്ക് യഥാർത്ഥത്തിൽ വാല്യൂ നൽകുന്ന ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. അതാണ് സസ്റ്റൈനബിൾ ബിസിനസ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഞാൻ എന്താണ് വിൽക്കുന്നത് എന്നതല്ല. പകരം ചോദിക്കുക, ഞാൻ ആരുടെ ഏത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുക, എന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താണ് ഫീൽ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്നെ മാറും. കാരണം ലോകത്തിലെ വലിയ ബ്രാൻഡ്സ് പലപ്പോഴും പ്രോഡക്ട്സ് മാത്രം വിൽക്കുന്നില്ല, അവർ സ്വപ്നങ്ങൾ, സുരക്ഷിതത്വം, പ്രതീക്ഷ, കോൺഫിഡൻസ്, കൺവീനിയൻസ്, ബിലോങ്ങിങ്സ് ഇതുപോലുള്ള ഫീലിംഗ്സ് ആണ് സെല്ല് ചെയ്യുന്നത്. ഒടുവിൽ ഒരു കാര്യം ഓർക്കുക, ഫീച്ചേഴ്സ് ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റിയേക്കാം, പക്ഷേ ഫീലിംഗ്സ് ആണ് പലപ്പോഴും ഡിസിഷൻ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രോഡക്ട്സ് മാത്രം വിൽക്കരുത്, ട്രാൻസ്ഫോർമേഷൻ വിൽക്കുക. ഫീച്ചേഴ്സ് മാത്രം പറയരുത്, ബെനിഫിറ്റ്സ് കാണിക്കുക. ഏറ്റവും പ്രധാനമായി ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. അവരുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സൊല്യൂഷൻ നൽകുക. അതാണ് നല്ല മാർക്കറ്റിംഗ്, അതാണ് നല്ല ബിസിനസ്, അതാണ് ലോങ് ടൈം വെൽത്തിന്റെ ഒരു വലിയ സീക്രട്ട്.